ആദ്യം തന്നെ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒരു സമയത്തെ കഷ്ടപ്പാടിനും ആത്മാർത്ഥമായി പഠിച്ചതിനുമാണ് നിങ്ങൾക്ക് ആ റാങ്ക് നിങ്ങളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ അഭിമാനിക്കുക, അതിൽ സന്തോഷിക്കുക. ഓരോ അധ്യാപകരും എപ്പോഴും എപ്പോഴും പറയാറുണ്ട്, ഒരു ജോലി നേടണേ, ഒരു ജോലി ഇത്രയും നിങ്ങൾ പഠിച്ചത് എന്തിനാണ്, കിട്ടിയില്ലേ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും എത്രയോ പേര് പുറത്ത് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ അർഹിച്ച റാങ്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ അഭിമാനിക്കണം, സന്തോഷിക്കണം. ആ റാങ്ക് നിങ്ങളെ അറിയിക്കുകയും ചെയ്യണേ. പല ജില്ലയിലെ ആദ്യ റാങ്കുകൾ എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളാണ്. ഒത്തിരി റാങ്കുകൾ എന്നെ അറിയിക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലായാലും ഫേസ്ബുക്കിലായാലും അതുപോലെ എൻട്രിയിലൂടെ ആയാലും പല ഉദ്യോഗാർത്ഥികളും അറിയിച്ചുകൊണ്ടിരുന്ന അവരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇൻസ്റ്റഗ്രാം പേജൊക്കെ കാണുമ്പോൾ ഓരോരുത്തരുടെ റാങ്കുകൾ കാണുമ്പോഴും ആ സന്തോഷമൊക്കെ പാടും. സാറിൻ്റെ റിവിഷൻ ക്ലാസ് കേട്ടിട്ടുണ്ട്, സാറിൻ്റെ മോട്ടിവേഷൻ കേട്ടിട്ടുണ്ട്, സാറേ എൻട്രിയിലെ എല്ലാ അധ്യാപകരും മികച്ചതായിരുന്നു സാറേ, അവർ കൂടെ നിന്നിരുന്നു. പല രീതിയിൽ ഗോൾഡ് ബാച്ചിൽ ചേർന്നവരുണ്ട്, റെക്കോർഡഡ് ക്ലാസ് കണ്ടവരുണ്ട്, അതുപോലെ എൻട്രി യൂട്യൂബ് ക്ലാസ് കണ്ടവരുണ്ട്. അവർ ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ സാറേ ഒത്തിരി പ്രയോജനപ്പെട്ടു, ഞങ്ങളൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെസ്പായി ഇരിക്കുന്ന സമയത്തൊക്കെ സാറിൻ്റെ ചില സമയത്ത് മോട്ടിവേഷൻ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഊർജ്ജം തന്നിട്ടുണ്ട് സാറേ. അവർ നമ്മുടെ അച്ഛനമ്മമാരുടെ മുമ്പിലേക്ക് കൊടുക്കുന്ന വലിയൊരു സമ്മാനം എന്നൊക്കെ സാർ ഇടയ്ക്ക് പറയാറുള്ള പോലെ ഞങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആ സമ്മാനം കൊടുക്കുകയാണ് സാറേ ഞങ്ങളുടെ ഈ റാങ്കിലൂടെ. അത് എനിക്കും നിങ്ങളോട് അതേ പറയാനുള്ളൂ. ആ റാങ്ക് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആ റാങ്ക് ഞങ്ങളെയും കൂടെ അറിയിക്കുക. എൻട്രിയിൽ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു കഴിഞ്ഞു, എന്നാലും പലരും അറിയിക്കാതെ ഉണ്ട്. എന്നാലും നിങ്ങളുടെ ആ സന്തോഷം കേൾക്കുമ്പോഴല്ലേ ഞങ്ങൾക്ക് ഒരു അഭിമാനം. കുറേ നാളുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാരത്തോൺ നടത്തുകയും റിവിഷൻ നടത്തുകയും പല റിവിഷനുകളും വാരോരാതെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാനൊക്കെ റിവിഷൻ നടത്തുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്താഗതി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവർക്ക് നല്ല റാങ്ക് കൊടുക്കണേ എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതിൽ കുറേ പേര് രക്ഷപ്പെടും, കുറേ പേര് അടുത്ത പരീക്ഷയ്ക്ക് രക്ഷപ്പെടും. ഇതിൽ നിങ്ങൾ ഇപ്പം കുറച്ച് പേര് നിങ്ങളാണ് രക്ഷപ്പെട്ടതായിട്ടുള്ളത്. ബാക്കിയുള്ളവർ അടുത്ത പരീക്ഷകൾ മുമ്പിലോട്ട് വരുന്നല്ലോ. നിങ്ങളുടെ സന്തോഷം തീർച്ചയായിട്ടും അറിയിക്കണം. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫോം പൂരിപ്പിക്കുക ഒക്കെ ചെയ്ത് ഞങ്ങൾ ആ സന്തോഷം അറിയിക്കണേ. ഒത്തിരി ആ സന്തോഷം കേൾക്കാൻ നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് കാണുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഏത് റാങ്ക് ആയാലും മികച്ചതാ. അല്ലാതെ എനിക്ക് 200 സാറേ, എനിക്ക് 300 സാറേ, എനിക്ക് കിട്ടുമോ സാറേ, എനിക്ക് 500 സാറേ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇത്രയും പേരുടെ മത്സരിച്ചിട്ടാണ് നിങ്ങൾ ഈ റാങ്കിൽ എത്തിച്ചേർന്നത്. അതും ഹാളിലിരുന്ന് ശ്രദ്ധിച്ച് എഴുതിയിട്ടാണ്. എത്രയോ പേര് സീനിയർ ആയിട്ടുള്ളവർ, നല്ല ലെവലുള്ളവർ വരെ പുറത്തായി. നിങ്ങൾ വന്നില്ലേ? നിങ്ങൾ ആ മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ആ സന്തോഷം നോക്കി. നിങ്ങളൊന്ന് ആ റാങ്ക് പറയുമ്പോഴും നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങൾ ആ ചിലവർ ഫോട്ടോയൊക്കെ ഇട്ട് ആ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പം ഓരോരുത്തരും അത്രയും റാങ്ക് കിട്ടിയില്ലേ എന്നൊക്കെ പറയത്തില്ലേ? ആ സന്തോഷം നിങ്ങൾ ഞങ്ങളെയും കൂടെ അറിയിക്കുക. അത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരോടും പറയുകയാണ്, അത് കേൾക്കാനാണ് ഒരു അധ്യാപകൻ്റെ അഭിമാനം എന്ന് പറയുന്നത്. എൻ്റെ സ്റ്റുഡൻസിന് ഇത്രയും റാങ്ക് കിട്ടിയല്ലോ. അല്ലാതെ പൂർണ്ണമായും ഞങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആ റാങ്ക് പറയുമ്പം നിങ്ങളുടെ വിജയത്തിന് മുമ്പിൽ ചെറിയൊരു കളവിലെങ്കിലും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വരും. കാരണം എന്താ, ഏതൊരു അധ്യാപകനും റിസൾട്ട് വരുമ്പോഴാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് അടുത്ത കുട്ടികളെയും ഇതേപോലെ പഠിപ്പിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആ റാങ്ക് ഞങ്ങളെ അറിയിക്കുക. അഭിമാനം നമ്മളോടൊപ്പം ഒരുമിച്ച് ആ സന്തോഷം നിങ്ങൾ പങ്കിടണം. ഓക്കെ, മുന്നോട്ടുള്ള യാത്രകളിൽ നീ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഇതൊരു ചെറിയ ജോലിയാണ്. ഇനിയും വലിയ വലിയ ജോലികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വലിയ ജോലി നേടണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. മറ്റേ ലിസ്റ്റിൽ എപ്പോഴാണോ ജോലി കിട്ടുന്നത് അതിനനുസരിച്ച് കയറിക്കൊണ്ടിരിക്കുക. അല്ല പഠിത്തം മുടക്കരുത്, എനിക്കിത് കിട്ടി, എനിക്കിനി ഇത് മതി എന്ന് പറയരുത്. അത് ഓരോ അധ്യാപകൻ്റെയും വാക്കുകളാണ്. മുന്നോട്ടുള്ള നല്ല നല്ല ജോലികളിൽ നിങ്ങൾ കയറി പോകണം. അപ്പോൾ ഈ ഓരോ ജില്ലയിലെയും മികച്ച റാങ്കുകൾ നമ്മുടെ എൻട്രിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ, അവരുടെ വാക്കുകളൊക്കെ നമുക്ക് കേൾക്കണ്ടേ? അപ്പോൾ നമുക്ക് ഒരുമിച്ച് പങ്കിടത്തില്ലേ? അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. എല്ലാവരും വരണം. നിങ്ങളുടെ ആ സന്തോഷം ഞങ്ങളുടെ കൂടെ ഒപ്പം പങ്കുവയ്ക്കുകയും വേണം. ഓക്കെ.